ചേച്ചിയെ ആനേനെ കുളിപ്പിക്കുന്നത് കണ്ടുകൊണ്ടാണ് തൊഴാൻ പോകുന്നത്. വ്ളോഗറാ. അയ്യോ ഓടി ഇടട്ടെ, എനിക്ക് വേണം. രസമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാ ഇപ്പോ ഭയങ്കര ഇഷ്ടം. ഇന്നാണോ ആനയൂട്ട്? ഡോക്യുമെന്ററി അല്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളിപ്പോഴും വരാറുള്ള ക്ഷേത്രം ഉണ്ടല്ലോ, അവിടേക്കാണ് വന്നിരിക്കുന്നത്. കുളശ്ശേരി ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ. അവിടെയാണ് ഇപ്പോൾ ആനയൂട്ടാണ് അന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. നല്ല രസമുണ്ട്. കോട്ടയ്ക്കൽ കുഞ്ഞുലക്ഷ്മി, കോട്ടേക്കാട് കുഞ്ഞുലക്ഷ്മി. അതെ, ആനേനെയൊക്കെ തൊട്ടോ ഞങ്ങളിപ്പോൾ അതിന് എന്താ പറയുക, നമ്മൾ ഗണപതി ഹോമത്തിനോ അല്ലെങ്കിൽ ആനയൂട്ടിനോ ഒന്നും നമ്മൾ നിൽക്കണ്ടായില്ല കേട്ടോ. ഞങ്ങൾ അത് നമുക്ക് ജോലിക്ക് വേണം, നമുക്ക് അങ്ങനെ കാണുള്ളൂ. വന്ന് ആനയൂട്ടിൻ്റെയും ഗണപതി ഹോമമൊക്കെ അവിടെ നടക്കുകയാണ്, ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആനേനെയൊക്കെ തൊട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ വെച്ചാൽ എനിക്ക് നമുക്ക് എല്ലാവർക്കും ആന ഭയങ്കര ക്രേസ് ആണല്ലോ. പക്ഷെ എനിക്ക് കുഞ്ഞാനെ വളർത്തണം എന്നൊക്കെയാണ് പണ്ടൊക്കെ ആഗ്രഹം. നമ്മുടെ കൂടെ ഓടി കളിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടൊക്കെ ഭയങ്കര ആഗ്രഹം. ആനയെ വളർത്താൻ ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സുന്ദരിയായിട്ട് കെടുക്കാം, ചുന്തിരി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ കെടുക്കാം ഇഷ്ടത്തിയാര്. ഭയങ്കര സന്തോഷമായി. പെട്രോൾ അടിക്കുന്നുണ്ടോ? ഞങ്ങളെ വേഗം ഒരു സ്ഥലം വരെ പോവുകയാണ്. മാധവപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും പോകാറുള്ള ഒരു അമ്പലം ഞാൻ പറയാറില്ലേ, കുളവും കാവും ഒക്കെയുള്ള സ്ഥലത്തേക്ക്. അവിടെ ഇന്ന് ആനയൂട്ടാണ്. അപ്പോൾ നമ്മൾ ചീട്ടും കാര്യങ്ങളൊക്കെ അല്ല, നമ്മൾ ആനയൂട്ടൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്ക് അതിനുള്ള ഒരു സമയവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് വേഗം പോവുകയാണ്. കുറച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ ചെന്നപ്പോൾ നട അടച്ചിരിക്കലായിരുന്നു. അപ്പോൾ നട അടയ്ക്കല്ല, നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയാണെന്ന് വിചാരിക്കണു. അപ്പോൾ നല്ല മഴയായിരുന്നു, കനത്ത മഴ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ മഴയൊന്ന് തോർന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഇറങ്ങിയത്, പണികളൊക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. ലക്ഷ്മിക്കുട്ടി ആയിരിക്കും ഇവിടെ. ലക്ഷ്മിക്കുട്ടി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പേരൊക്കെ പറഞ്ഞല്ല, എന്തോ ഒരു പേരൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞെങ്കിൽ ഓർമ്മയില്ല. നമ്മൾ അന്ന് നേരത്തെ ഇവിടേക്ക് പോയില്ലേ, എന്താ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോയല്ലോ. അങ്ങനെയൊക്കെ ഞാനേ സംസാരിക്കാതെ ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വേർഡ്സൊക്കെ ഞാൻ മറന്നു പോകും, വാക്കുകളൊക്കെ മറന്നു പോകും, നെക്സ്റ്റ് എന്താ പറയണ്ടേന്ന് മറന്നു പോകും. അങ്ങനെയൊക്കെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് ഇപ്പം എനിക്ക്. ചളിയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലത്തിൽ. നല്ല ചളി മഴ, നല്ല ചാറ്റൽ മഴ ഒക്കെ ഉണ്ട്. കുടയൊന്നും എടുത്തിട്ടില്ല. ഇപ്പൊ എവിടെ നീ വർക്ക് ചെയ്യുന്നത്?
അപ്പൊ ഇവിടെ ഇപ്പോ അമ്മൂട്ടികളോ ആ അടിപൊളിയായി നല്ല കാര്യം. അപ്പൊ എന്താ നീ പോയതപ്പോ കാനഡയില്? ആനയൂട്ടൊക്കെ കഴിഞ്ഞു. ആനയ്ക്ക് ഫുഡെല്ലാം കൊടുത്തു. ആനയൂട്ടെല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. ഇന്ന് പണ്ടത്തെ പോലെ എന്തോള മനുഷ്യനാണ്ട് അങ്ങനെ എൻ്റെ ഫോൺ തട്ടിയിട്ടു. അങ്ങനെ ആള് ടീഷർട്ട് ഇട്ടതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഫുൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഈ ചെന്ന് ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കണം. ആനയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. എനിക്ക് ഈ ആനയൂട്ടൊക്കെ നടക്കുമ്പോഴേ ആനയൂട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്കൊരു ഇതെന്താണെന്നറിയോ, ആനയൂട്ട് നടക്കുമ്പോൾ കാട്ടിൽ അന്തസ്സായിട്ട് അലഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വിശപ്പ് കടക്കിയിരുന്ന ആ ഒരു ആനയെ കൊണ്ടു നിർത്തി നമ്മൾ ചോറും പലഹാരവും ഇതൊക്കെ കൊടുക്കുമ്പോൾ ആനയ്ക്ക് സന്തോഷം ഉണ്ടാവും. ഭക്ഷണം ഉണ്ടോ, സന്തോഷം ഉണ്ടാവോ, എങ്ങനെയൊക്കെയാണ്. എനിക്ക് ആനയൂട്ടി ഇങ്ങനെ നടക്കണമെന്നല്ല, ആനക്കിഷ്ടം പട്ട ആനയായിട്ടല്ലേ ജീവിക്കേണ്ടത്. ഇവിടെ ചോറും കറികളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ചോറും പഴവും ഇതൊക്കെയാണ്. ആന കഴിക്കട്ടെ അല്ലേ. ഞാൻ വേഗം വന്നിട്ട് ഇതൊന്ന് കഴുകാണ്. എനിക്ക് നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്തു. പാപ്പങ്ങൾ മൊത്തം ഇവിടെ വെച്ചിരിക്കാണ്. ഞാൻ എല്ലാ പണിയോടും കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. ഞാനിരുന്നു കൈ വെച്ചിട്ട് വേഗം വന്ന ദോശയൊന്നും ഉണ്ടാക്കട്ടേടാ. ഒരു ഭയങ്കര ആനയ്ക്ക് കൊടുക്കുമ്പോഴേ ചട്ടി ചൂടായി. നമുക്കിനി അപ്പം ഉണ്ടാക്കാം. ഞാനേ അപ്പം പുറത്തോട്ട് എടുത്തു വെക്കാനായിട്ടേ വിട്ടുപോയിടോ. ഇത്രയും ചൂട് ഇത്തിരി കൂടുതലായിപ്പോയി. അപ്പം അതിങ്ങനെ കുറച്ച് സ്ലോയിൽ വെക്കാം, കുറച്ച് സ്ലോ ആക്കി വെക്കാം. എന്നിട്ട് ഇങ്ങനെ മൂടി വെക്കട്ടെ കേട്ടോ. അതെ, ഇന്ന് എന്താ പറയാ, അമ്പലത്തില് നിറച്ച് തിരക്കായിരുന്നു. ആൾക്കാർ ഇത്രയും തിരക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയാ, അത്രയും നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. രസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കാണാനൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ വരുമ്പോഴേ നമ്മളെപ്പോഴും നമ്മൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം കണ്ടിട്ട് കുറെ ആൾക്കാർ അമ്പലത്തിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോൾ. പിന്നെ പരിചയമുള്ളവരൊക്കെ കണ്ടു. എനിക്ക് ചിലവരെ കണ്ട് നമുക്ക് ചിലപ്പോ നമുക്കത്ര എന്താ പറയാ, മനസ്സിന് കണ്ടു കഴിഞ്ഞാൽ തൃപ്തിയില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മള് അവരെ അങ്ങനെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും നമുക്ക് അവിടെ ഉണ്ടായില്ല. നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നല്ല സുഖമായിരുന്നു. നമുക്ക് അങ്ങനെ ആകുമ്പോഴല്ല അമ്പലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുക. പിന്നെ ഈ ചുരിദാറ് മിന്ത്രന്ന് എടുത്തതാണ് കേട്ടോ. മഹീന്ദ്ര എന്നൊക്കെയാണ് പറയാൻ പോണത്. മിന്ത്രന്ന് എടുത്തിട്ടുള്ള നല്ല അടിപൊളി ചുരിദാറാണ്. കുറെ നാളായി എടുത്തിട്ട്. നല്ല ചുരിദാറാണ്, നല്ല കളറാണ്, നല്ല കോട്ടൺ ആണ്. നല്ല സുഖമായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റും. നല്ല പോലെ മൊരിഞ്ഞ് വെള്ളപ്പം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നന്നായിട്ട് ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ അജിന്റെ പിസ ഫാമിലിയിൽ സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ഉണ്ടാക്കിയിട്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.